പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒന്നാമത്തെ വായനയുടെ അവസാനം നമ്മൾ ഇപ്രകാരം വായിക്കും: പിന്നെ അവർ കുറിയിട്ടു, മത്തിയാസിന് കുറി വീണു, 11 അപ്പസ്തോലന്മാരോടുകൂടെ അവൻ എണ്ണപ്പെടുകയും ചെയ്തു. എന്തൊരു വലിയ ലോട്ടറിയാണ് മത്തിയാസിന് അടിച്ചതെന്ന് ആലോചിക്കുകയായിരുന്നു. യൂദാസ് കറിയോത്ത ഉപേക്ഷിച്ചു പോയ ആ വലിയ മഹത്വത്തിൻ്റെ സിംഹാസനത്തിലേക്ക് ഇങ്ങനെ കുറി വീഴാനായിട്ട് ഇയാൾക്ക് ഭാഗ്യം. 11 ശിഷ്യന്മാരോടൊപ്പം കർത്താവിൻ്റെ അപ്പസ്തോലന്മാരോട് കൂടെ അവൻ എണ്ണപ്പെടുകയും ചെയ്തു. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം തൻ്റെ ജനത്തിൻ പ്രഭുക്കന്മാരോടൊപ്പം കർത്താവ് അവരെ ഇരുത്തുന്നു. തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം കർത്താവ് അവരെ ഇരുത്തുന്നു എന്നുള്ള സങ്കീർത്തന പുസ്തകത്തിൻ്റെ വചനങ്ങൾ നിറവേറുന്നത് മത്തിയാസിൽ നമ്മൾ കാണും. തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം കർത്താവ് ഒരു മനുഷ്യനൊരു സാധാരണക്കാരനെ ഉയർത്തിയെടുക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവൻ്റെ സ്നേഹിതനായി ജീവിക്കാനായിട്ടുള്ള വലിയ ഒരു വിളിയിലേക്ക് അത്യുത്സാഹത്തോടുകൂടെ മത്തിയാസ് കയറി ചെല്ലുന്ന കാഴ്ച. എത്രയോ പേരുണ്ടായിരുന്നു. അവിടെ നിന്ന് മത്തിയാസ് എന്നൊരു പേര് പരിശുദ്ധാത്മാവ് പ്രത്യേകം തിരഞ്ഞെടുത്തപ്പോൾ അയാളുടെ ജീവിതത്തിൻ്റെ ഭാഗ്യം എന്താണെന്നൊന്ന് ആലോചിച്ചു. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും സാധ്യതയല്ല, നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ഭാഗ്യമാണ്. ഓരോരുത്തരുടെയും പേര് ചൊല്ലി വിളിച്ച് കർത്താവ് ഇങ്ങനെ തൻ്റെ സ്നേഹിതന്മാരാക്കിയേക്കുക. മാമോദീസായിലൂടെ കർത്താവ് തന്നെ പേര് ചൊല്ലി വിളിച്ച് നമ്മളെ ഓരോരുത്തരെയും ഇങ്ങനെ പേര് ചൊല്ലി വിളിച്ച് നമ്മളെ സ്വന്തമാക്കി സ്നേഹിതന്മാരാക്കിയതാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. വെറുതെ ജീവിക്കാനായിരുന്നില്ല ഈ ഒരു ജീവിതം. കർത്താവ് ഇങ്ങനെ ഓൾറെഡി നറുക്കിട്ടെടുത്തിട്ടുണ്ട് നിന്റെ പേര്. എന്നിട്ടും അങ്ങനെ വെറുതെ ജീവിച്ചാൽ പോരല്ലോ. ഇന്ന് വിശുദ്ധ മത്തിയാസ്ലിഹയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. മത്തായി സ്ലിഹ അല്ല, വിശുദ്ധ മത്തിയാസ്. 11 അപ്പസ്തോലന്മാരോടുകൂടി അവൻ എണ്ണപ്പെട്ടു എന്നാണ് പറയുന്നത്. യൂദാസ് കറിയോത്ത് ഉപേക്ഷിച്ചു പോയ ആ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്നുള്ള വലിയ പദത്തിലേക്ക് കയറി ചെല്ലാനായിട്ട് ഭാഗ്യം കിട്ടിയ ഒരാൾ. അദ്ദേഹം പ്രസംഗിച്ചത് മുഴുവൻ കപ്പദോച്ചിയയിലും കാസ്പീരിയൻ സമുദ്ര തീരത്തുമൊക്കെയായിരുന്നു. എത്യോപ്യയിലെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വമകടും ചൂടി എന്ന് പറയുന്നുണ്ട്. കർത്താവാകുന്ന സ്നേഹിതന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കാൻ മനസ്സ് വരാൻ അദ്ദേഹത്തിന് കാരണമുണ്ടായിരുന്നു. അവൻ്റെ സ്നേഹിതനായി തന്നെ അവിടുന്ന് പ്രത്യേകം തിരഞ്ഞെടുത്തതാണ്. ഇനി കൊടുക്കാനായിട്ട് ഈ ജീവിതമാണുള്ളത്. കാഴ്ച നൽകാനും കാണിക്കയായി കൊടുക്കാനും സമർപ്പിക്കാനും ഈ ജീവിതമുള്ളത്. കാരണം സാധാരണ ഒരു ജീവിതമായി ഒടുങ്ങിപ്പോകേണ്ടിയിരുന്നിടത്ത് നിന്ന് ഇത്രയും വലിയ പദവിയിലേക്ക് വിളിച്ച തൻ്റെ സ്നേഹിതനായ കർത്താവിന് ഇനി തിരിച്ചു കൊടുക്കാനായിട്ടുള്ളത് ഈ ജീവൻ തന്നെയാണ്. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അരുൾ ചെയ്ത് സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ചവന് പകരമായി കൊടുക്കാൻ സ്വന്തം ജീവിതമല്ലാതെ മറ്റെന്താണ് ക്രിസ്ത്യാനിയായ നമുക്കുള്ളത്, എനിക്കുള്ളതെന്നൊന്ന് ആലോചിച്ച് നോക്കണം. അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചിരുന്നത് മുഴുവൻ ശരീര നിഗ്രഹത്തെക്കുറിച്ചിട്ടാണെന്ന് പറയുന്നത്. അതായത് ഞാനല്ല, ഇനി ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് പൗലോസ്ലീഹ പറഞ്ഞ അതേ കാര്യം ഇദ്ദേഹം ഇങ്ങനെ തീക്ഷ്ണതയോടുകൂടെ പ്രഘോഷിച്ചിരുന്നു. ഞാനല്ല, ഇനി ക്രിസ്തുവാണ്. ഈ ശരീരത്തിലായിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അകലെയാണെന്ന് ഞങ്ങൾ അറിയുന്നു. നമ്മൾ നേരത്തെയും ധ്യാനിച്ചതാണത്. ഈ ശരീരത്തിലായിരിക്കുന്നിടത്തോളം കാലം ദൈവത്തിൽ നിന്ന് അകലെയാണ്. എനിക്ക് എൻ്റെ കർത്താവിനോട് ചേർന്നിരിക്കാനായിട്ട് ആഗ്രഹം. ഈശോ ശിഷ്യന്മാരെ വിളിക്കുന്നത് പോലെ അതിനാണ്, കൂടെ ആയിരിക്കുന്നതിനും തന്നോട് കൂടെ ആയിരിക്കുന്നതിനും വചനം പ്രഘോഷിക്കുന്നതിനും പിശാചുക്കളെ പുറത്താക്കുന്നതിനൊക്കെ നമ്മൾ പറയും. ആദ്യത്തെ കാര്യം അതാണ്, കൂടെ. ഞാനിങ്ങനെ കർത്താവിനോട് ചേർന്നിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ശരീരത്തെ എന്നതിനേക്കാൾ, അത് നശിച്ചു പോകുന്ന ഈ ശരീരത്തെക്കുറിച്ച് പിന്നെ വ്യഗ്രതയില്ല, ചിന്തകളില്ല. നിങ്ങൾ കൊന്നോ, തീ വെച്ചോ, കത്തി കൊണ്ട് കുത്തിക്കോ, തിളച്ച എണ്ണയിൽ മുക്കിക്കോ, ഒരു കുഴപ്പമില്ല. കാരണം ഈ ശരീരത്തിലായിരിക്കുന്നിടത്തോളം കാലം ഞാൻ എൻ്റെ കർത്താവിൽ നിന്ന് അകന്നാ ജീവിക്കണം. ശരീരനിഗ്രഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ ആദിമകാല ക്രിസ്ത്യാനികളെ വിശുദ്ധമായ ജീവിതത്തിൽ അടിയുറച്ചു നിൽക്കാൻ സഹായിച്ചു എന്നൊക്കെ സഭാപിതാക്കന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ എത്ര ശക്തിമത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളെന്ന് ആലോചിച്ചാൽ മതി. അതിനൊക്കെ ഒറ്റ കാരണമേ ഉള്ളൂ, കർത്താവ് എന്നെ തിരഞ്ഞെടുത്തതാന്നേ. തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം കർത്താവ് എന്നെ ഇരുത്തിയതാ. ഇനി എനിക്ക് തിരിച്ചു കൊടുക്കാനായിട്ടുള്ളത് എൻ്റെ ജീവിതം മാത്രമാണ്. അപ്പം
വലിയ ഈ അപ്പസ്തോലന്മാരുടെ പദവി എന്നൊക്കെ പറഞ്ഞ് കയറ്റിയിരുത്തുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഇന്നത്തെ കാലത്ത് മെത്രാനാക്കുന്നത് പോലെയോ അച്ഛനാക്കുന്നത് പോലെയോ അത്രയ്ക്ക് എളുപ്പമുള്ള ഒരു സന്തോഷം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്കായിരുന്നില്ല അന്നത്തെ ആ ഒരു കൈപിടിച്ച് ഉയർത്തല്. മറിച്ച് പീഡനങ്ങൾ മുൻപിൽ നിന്ന് ഏറ്റെടുക്കാനായിട്ടുള്ള വിളിയായിരുന്നു അത്. ആരാണോ പ്രധാനപ്പെട്ടത് അവരെ ആദ്യം തട്ടിക്കളയാന്നുള്ളതായിരുന്നു അന്നത്തെ ശത്രുക്കളുടെ അജണ്ട. യാക്കോബ് സ്ലീഹയൊക്കെ കൊന്നുകളയണത് അത് ജനങ്ങളെ പ്രസാദിപ്പിക്കും എന്നൊക്കെ കരുതിയിട്ടാണെന്നൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഇതുപോലെ മുൻപന്തിയിൽ നിൽക്കാനായി, കർത്താവിന് വേണ്ടിയിട്ട് ജീവൻ ബലി കൊടുക്കാനായി, നിങ്ങളെൻ്റെ സ്നേഹിതന്മാരാണെന്ന് ഈ ലോകത്തിന് തെളിയിച്ചു കൊടുക്കാനായി വെല്ലുവിളികൾ നിറഞ്ഞ ഒരിടത്തേക്ക്, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന കണക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് ആദ്യം നടക്കാനായിട്ടുള്ള വിളിയിലേക്കാ ഇങ്ങനെ 11 പേരോടൊപ്പം ഇയാൾ എണ്ണപ്പെട്ടത്. വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ, സന്തോഷത്തോട് സ്വീകരിച്ചില്ലേ. അടുത്ത സ്റ്റെപ്പ് മരണത്തിലേക്കാണെന്നറിഞ്ഞിട്ടും വലിയ സ്നേഹത്തോടു കൂടി അതിനെ ഏറ്റെടുക്കാൻ മനസ്സായില്ലേ. മാറി നിന്നില്ല, പുറകിലേക്ക് പോയില്ല. അത് കർത്താവിൻ്റെ സ്നേഹിതനായി ജീവിക്കാനായിട്ട് ഒരാൾ ഉള്ളുറപ്പിച്ച് തീരുമാനിച്ചത് കൊണ്ട് മാത്രമായിരുന്നു. നിങ്ങളെൻ്റെ സ്നേഹിതന്മാരാണ്, ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കില്ല. ആ ഒരു വലിയ ബോധ്യങ്ങളിലേക്ക് കർത്താവിൻ്റെ സ്വർഗീയ രഹസ്യങ്ങൾ, കർത്താവ് വെളിപ്പെടുത്തി തരുന്ന സ്വർഗീയ രഹസ്യങ്ങളിലേക്കുള്ള കാലെടുത്ത് വയ്പ്പാണ് മത്തിയാസിൽ കാണുന്നത്. ഈ ഒരു വലിയ വിശുദ്ധനോട് നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങണം, കർത്താവെ അങ്ങയുടെ സ്നേഹിതനായിരിക്കുന്നതിൽ നിന്ന് ഒരു ചുവട് പിന്നോട്ട് വയ്ക്കാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന്. പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും പ്രയാസങ്ങളും മുന്നിൽ കാണുമ്പോഴും നിന്റെ സ്നേഹിതനായി ജീവിക്കാനായിട്ടുള്ള ഈ വിളിയിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. മുന്നിലൊരു നല്ലതൊന്നും കാണാതിരിക്കുമ്പോഴും, വലിയ സന്തോഷമോ പദവികളോ സമ്മാനങ്ങളോ ഒന്നും കാണാതിരിക്കുമ്പോഴും ഈശോ എന്നുള്ള വലിയ നാമത്തിൻ്റെ സ്നേഹിതന്മാരായി ജീവിക്കാനായിട്ടുള്ള ആ ഒരൊറ്റ സന്തോഷത്തിന്മേൽ, ആ ഒരൊറ്റ ബോധ്യത്തിന്മേൽ മുന്നോട്ട് നടക്കാൻ ഞങ്ങളെ വിശുദ്ധ മത്തിയാസ് വഴിയായി ബലപ്പെടുത്തണമേ എന്നൊന്ന് പ്രാർത്ഥിക്കണം. ഒന്നും നമ്മളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഈ ദിവസം വലിയ ആഗ്രഹത്തോടുകൂടെ എങ്ങനാണോ ഈ അപ്പസ്തോലന്മാരൊക്കെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പീഡനങ്ങളുടെ മുൻപിൽ ഇങ്ങനെ നെഞ്ചുവിരിച്ച് നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹിതന്മാരായി ഈ ലോകത്തിന് മുൻപിൽ സാക്ഷ്യം നൽകിയത്, അതുപോലെ ഇന്നത്തെ കാലത്ത് ഞാൻ എൻ്റെ ഈശോയുടെ ഫ്രണ്ടായിട്ട്, കർത്താവിൻ്റെ ഫ്രണ്ടായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഈശോയുടെ സ്നേഹിതർ, കൂട്ടുകാർ. ഈ ചോസൻ എന്ന് പറയുന്ന ആ മൂവിയിൽ നമ്മൾ കാണുന്ന വലിയൊരു കാഴ്ച അതാണല്ലോ. ഇങ്ങനെ കൂട്ടുകാരെ പോലെ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്ന കുറേ മനുഷ്യർ, കൊതിപ്പിക്കുന്ന രംഗങ്ങളാണ് അത്. ക്രിസ്തുവിൻ്റെ കൂട്ടുകാരെ പക്ഷേ തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കിട്ടുന്നത് അപമാനങ്ങളാണ്, കല്ലേറാണ്, സംശയത്തോടുകൂടെയുള്ള നോട്ടമാണ്, അപമാനിക്കുന്ന വിധത്തിലുള്ള സംസാരമാണ്. എന്നാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ ക്രിസ്തുവിൻ്റെ കൂട്ടുകാരനായിട്ട് ജീവിക്കാൻ കൊടുക്കുന്ന വിലയാണത്. ഐ എം ഹാപ്പി. ഈശോയോടൊപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് ആരെന്നെ എന്ത് കുറ്റം പറഞ്ഞാലും, ചില കൂട്ടുകാരെ വിട്ടുകളയാത്ത നമ്മുടെ പിള്ളേരെയൊക്കെ കണ്ടിട്ടില്ലേ, അവർ പോകുന്നത് ചില തെറ്റായ രീതികളിലാണെങ്കിൽ, ഇവിടെ ക്രിസ്തുവെന്നുള്ള ഏറ്റവും വലിയ ഒരു കൂട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഇവിടെ മത്തിയാസ് സ്ലീഹ നമുക്ക് മാതൃകയാവുന്നു. കർത്താവെ അങ്ങയുടെ കൂട്ടുകാരായി ജീവിക്കാൻ, അങ്ങയുടെ സ്നേഹിതന്മാരായി എന്നും ഈ ലോകത്തിൻ്റെ മുൻപിൽ ഇങ്ങനെ പുഞ്ചിരിയോടുകൂടെ തലയുയർത്തി നിൽക്കാൻ ഈ വിശുദ്ധൻ്റെ തിരുനാളിൽ ഞങ്ങൾക്കും ആശീർവാദം നൽകണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് മുട്ടിന്മേൽ നിൽക്കാം, ശിരസ് നമിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നിന്റെ സ്നേഹിതന്മാരെന്ന കണക്ക് ഈ ലോകത്തിന്റെ മുൻപിൽ സ്വർഗത്തിന്റെ പ്രത്യാശയുടെ സുവിശേഷം പറയുന്നവരായി, ക്രിസ്തുവെന്നുള്ള വലിയ സ്നേഹിതന്റെ
ശരിക്കുമുള്ള സ്നേഹിതരുടെ വഴി കാണിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ മുന്നിൽ നടന്നു പോകാനായി ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന്, ഞങ്ങളുടെ പാദങ്ങളെ നയിക്കണമേ എന്ന്, അതിനുള്ള കരുത്തും കൃപയുമായി ഞങ്ങൾക്കൊപ്പം നിൽക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.